ശ്രീകുമാർ ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായിരുന്ന ഒരു വിഭാഗമാണ്. അവർ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥ നോക്കൂ. അലോഷ്യസ് സേവ്യർ എത്ര ന്യായീകരിച്ചാലും ഒഴിഞ്ഞുമാറാനാകാത്ത തരത്തിൽ അവിടെ കൂട്ടയടി നടന്നിട്ടുണ്ട്, തമ്മിൽ തല്ല് നടന്നിട്ടുണ്ട്. അത് വസ്തുതയല്ലേ? തിരുവനന്തപുരത്ത് നെയ്യാറിൽ KSUവിൻ്റെ ദക്ഷിണ മേഖലാ ക്യാമ്പിൽ അനഭിലഷണീയമായ ചില പ്രവർത്തനങ്ങൾ നടന്നതായിട്ട് KPCCക്ക് അറിവ് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ KPCC ഇടപെട്ട് KPCC സെക്രട്ടറിമാരെ അതിൻ്റെ അന്വേഷണത്തിന് ഏൽപ്പിച്ചു. അവരന്വേഷണം ഇന്ന് ഉച്ചയോടെ പൂർത്തിയാക്കി. ചിലരെ ചോദ്യം ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് തോന്നുന്നു നാളെ സമർപ്പിക്കും. ഇന്ന് സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത്, പക്ഷേ അത് പൂർത്തിയായിട്ടില്ല. വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് നാളെ മാത്രമേ സമർപ്പിക്കുള്ളൂ. അപ്പോൾ KPCC വിഷയത്തിൽ പെട്ടെന്ന് ഇടപെട്ട് 3 സീനിയറായിട്ടുള്ള ഭാരവാഹികളെ ഈ പ്രശ്നം അന്വേഷിക്കാൻ നിയോഗിച്ചതോടെ അതിൻ്റെ ഗൗരവം കേരളത്തിലെ സമൂഹത്തിന് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും KSUവിൻ്റെ പ്രവർത്തകർ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. അവരുടെ കൊടിയുടെ നിറം നീലയാണ്. നീലാകാശം പോലെ തെളിമയുള്ളതാണ് KSU. അക്കാര്യം അവർ മറന്നുകൊണ്ട് അവരവിടെ തമ്മിലടിച്ചെങ്കിൽ അങ്ങനെ തമ്മിലടിച്ച പ്രവർത്തകരെ തീർച്ചയായിട്ടും പാർട്ടി അച്ചടക്കത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവരെ അച്ചടക്കം പഠിപ്പിച്ച് അവരെ നല്ല കുട്ടികളായി തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു സംവിധാനം KPCC ഏർപ്പെടുത്തും. ഒരു ക്യാമ്പിൽ ഇത്തരം വിഷയങ്ങളൊക്കെ സാധാരണ നടക്കാറുണ്ട്. ഉന്തും തള്ളും തമ്മിൽ തല്ലുമൊക്കെ നടക്കാറുണ്ട്. പക്ഷേ KSU ക്യാമ്പിൽ അത് അതൊരു പുതിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു ക്യാമ്പെന്ന് പറയുന്നത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്, രാഷ്ട്രീയം കൃത്യമായി പഠിപ്പിക്കാനുള്ളതാണ്. അവിടെ തല്ലുകൂടാനുള്ള സ്ഥലമല്ല. അപ്പം ഞാൻ അറിഞ്ഞത് ഇതിൽ സംഘടനാപരമായ യാതൊരു പ്രശ്നവും അല്ല ഇതിൻ്റെ പശ്ചാത്തലം. സംഘടനാപരമായൊരു ഗ്രൂപ്പിസോ അല്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കേട്ടു കുറച്ച് ഏതൊരു വാർത്തയിൽ. ഒരു ഗ്രൂപ്പിസോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല. സംഘടനാപരമായ പ്രശ്നങ്ങളുമില്ല. ഇതിൽ 2-3 കുട്ടികൾക്കിടയിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലെ ചില തർക്കങ്ങളാണ്. അത് വിദ്യാർത്ഥികളാകുമ്പോൾ പ്രത്യേകിച്ചും തർക്കം വരുമ്പോൾ അത് രൂക്ഷമാകും. അത് സംഘടനത്തിലും അത് തമ്മിൽ തല്ലിലൊക്കെ എത്തും. പക്ഷേ അവർ കൂടിയ സ്ഥലം ഏതാണ്? രാജീവ് ഗാന്ധിയുടെ പേരുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ അവർ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളാണ്. അതിൽ KSU ഇപ്പോൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ഒരു കാലത്ത് വളരെ ശക്തമായി കേരളത്തിലെ കലാലയങ്ങളിൽ അധികാരത്തോടെ വിദ്യാർത്ഥികളെ നിയന്ത്രിച്ചിരുന്ന ആ പ്രസ്ഥാനം ഇടക്കാലത്ത് ശോഷിച്ചു. ഇപ്പോൾ ദാ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ഈ മടങ്ങിവരവിൻ്റെ ഒരു ആവേശത്തിലാണോ ഈ കുട്ടികളിങ്ങനെ തല്ലുകൂടിയതെന്ന് ഞാൻ കരുതുന്നു, ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും സംഭവവുമായി ബന്ധപ്പെട്ട് താങ്കൾ പറയുന്നുണ്ടല്ലോ, അതിലെ രണ്ടാമത്തെ ഭാഗം ഈ വിഷയത്തിൽ KPCC വളരെ വേഗം ഇടപെട്ടു. അതിൽ അന്വേഷണം നടത്തുന്നുണ്ട്, റിപ്പോർട്ട് സമർപ്പിക്കും, അവരെ തിരുത്തും. അത് നടക്കട്ടെ, അത് നല്ല കാര്യം തന്നെ. പക്ഷേ ഇവിടെ ഏറ്റവും ഗുരുതരമായ കാര്യം വിദ്യാർത്ഥി സംഘടനയാണ്. ഇവരാണ് നാളെ സ്കൂളുകളിലേക്കായാലും ക്യാമ്പസുകളിലേക്കായാലും കുട്ടികളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ താങ്കൾ അതിനെ ഒരു വിശാല മനസ്സോടുകൂടി കാണുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ ഇത്രമാത്രം ലഘൂകരിച്ച് കാണാവുന്ന ഒരു വിഷയമാണോ? അലോഷ്യസ് സേവ്യർ പോലും പറയുന്നത് അവിടെ ഒന്നും നടന്നിട്ടില്ല എന്നാണ്, അടുക്കും ചിട്ടയിലും നടന്ന ക്യാമ്പ് എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ മുന്നിൽ വരുന്ന ദൃശ്യങ്ങൾ അങ്ങനെയല്ലല്ലോ. ചോര പൊടിഞ്ഞിട്ടുണ്ട്. അവിടെ 2 പേർ ഗുരുതര പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ നിന്നും എന്ത് മാതൃകയാണ് അപ്പോൾ സമൂഹത്തിന് നൽകേണ്ടത്? വിദ്യാർത്ഥി സംഘടനയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അതായത് KSUവിൻ്റെ നീല പതാക എന്ന് പറയുന്നത് നീലാകാശത്തിൻ്റെ തെളിമയുള്ളതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ് KPCC ഇടപെട്ടത്. വേറെ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാതൃസംഘടനയാണെങ്കിലും അതിൻ്റെ ഭാരവാഹികൾ ഒരുപാട് ന്യായീകരണങ്ങൾ നടത്തും. KSU പ്രസിഡന്റ് നിങ്ങൾ ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞു കാണും. കാരണം KSU പ്രസിഡന്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനാ നേതാവാണ്. അദ്ദേഹം നിങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തർക്കുത്തരമോ അല്ലെങ്കിൽ അതിന് പറ്റിയ ഉത്തരവൊക്കെ നൽകി കാണും. ഞാൻ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ KPCC ഇടപെട്ടല്ലോ, അത് മാത്രം നോക്കിയാൽ മതി. KSUവിൻ്റെ മാതൃസംഘടനയാണ് KPCC. സാധാരണ CPM പറയുന്ന പോലെ SFI സ്വതന്ത്ര സംഘടനയാണ്, DYFI സ്വതന്ത്ര സംഘടനയാണ് എന്നൊന്നും കോൺഗ്രസ് പറയാറില്ല. KPCC പറയുന്നത് യൂത്ത് കോൺഗ്രസും KSUവും കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളാണ്.
അതുകൊണ്ട് അതിലൊരു പാടില്ലാത്ത ഒരു കാര്യം അവിടെ സംഭവിച്ചു, ആ ക്യാമ്പിൽ സംഭവിച്ചു. അത് പാടില്ലായിരുന്നു, പക്ഷേ സംഭവിച്ചു പോയി. സംഭവിച്ച് നമുക്ക് അതിനെ ന്യായീകരിച്ച് നിലനിർത്തുന്നതിനേക്കാളും നല്ലത് അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ടാണ് KPCC, അതും ഒരാളല്ല, ഈ വിഷയത്തിൽ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെ നിലപാടിന്